തമ്മിലുള്ള പോരാണ്, അല്ലെങ്കിൽ SFIയും ഗവൺമെന്റ് തമ്മിലുള്ള പോരാണ്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സമരം ചെയ്യേണ്ട പാർട്ടിയാണോ SFI? വിദ്യാർത്ഥികൾക്കെതിരായ പ്രശ്നങ്ങളല്ല SFI ഉന്നയിക്കേണ്ടതെന്നായിരുന്നു പ്രധാനമായിട്ടും UDF നേതാക്കൾ ഉന്നയിച്ച ഒരു ചോദ്യം. അതെ, അത് ഉന്നയിക്കാൻ ഇവരെ കാണുന്നില്ലല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത് ഒരൊറ്റ വാചകം. ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സമരത്തെ ഒന്നും ഇവർ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ആ സമരത്തെ അവർ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ ആരുടെ അംഗീകാരത്തിലല്ല SFI ഒരു കാലത്തും സമരം ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരൊരു വാചകം പറയണ്ടേ, ഇത് കേരളം ഇത്രയും നാളുകൊണ്ട് 1957 മുതൽ 2025 വരെ അവരുൾപ്പെടെ ഈ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ ഈ കേരളത്തിലെ ജനങ്ങൾ, ഗവൺമെൻറ്റുകൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ അഹോരാത്രമായ പ്രവർത്തനങ്ങളുടെ, പോരാട്ടങ്ങളുടെ, സമരത്തിൻ്റെ ഭാഗമായി പടുത്തുയർത്തിയതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. ആ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് RSS ശ്രമിക്കുന്നത് എന്നൊരു വാചകം കേരളത്തിലെ ഒരൊറ്റ UDF നേതാക്കൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന കണ്ടില്ലേ? എൻ്റെ ശ്രദ്ധയിൽ വന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസം ആണ് SFI നടത്തുകയെന്നാണ്. അപ്പോൾ RSSനെതിരായ സമരം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസമായി മാറുകയാണ്. അപ്പോൾ RSSനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ ഗുണ്ടകളായി മാറുകയാണ്. നിങ്ങൾ നോക്കൂ, RSSനെതിരെ ആര് പ്രതികരിച്ചാലും അവർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും, RSSനേക്കാൾ വീറോടെ വാശിയോടെ പ്രതികരിക്കും എന്ന വാശി കേരളത്തിലെ പ്രതിപക്ഷത്തിന് വന്നിരിക്കുകയാണ്. എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്, എന്തിനാണ് പ്രതിപക്ഷത്തിന് RSSനോട് ഇത്ര വിധേയത്വം? ഇനിയും ഏതെങ്കിലും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ RSS പുറത്തുവിടാനുണ്ടോ? പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണ്ടേ. ഒരു ചിത്രം ഒരു പുറത്തു വിട്ടല്ലോ. RSSന്റെ വിനീത ഭക്തനായി പ്രതിപക്ഷ നേതാവ് RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ പോയി വിളക്ക് കൊളുത്തി സവർക്കറുടെയും ഗോൾവാർക്കറുടെയും എല്ലാം ചിത്രത്തിന് മുന്നിൽ വിനീത വിധേയനായി നിന്ന് വിളക്ക് കൊളുത്തുന്ന ആ ആശയങ്ങളെല്ലാം എൻ്റെ ശിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന VD സതീശൻ്റെ ഒരു ചിത്രം പുറത്തു വിട്ടു. ഇനിയും ചിത്രങ്ങൾ RSSന്റെ കയ്യിലുണ്ടോ? ആ ചിത്രങ്ങളെ ഭയന്നിട്ടാണോ, ഇനിയും പുറത്തുവിടാനുള്ള ചിത്രങ്ങൾ RSSന്റെ കയ്യിലിരിക്കുന്ന ചിത്രങ്ങളെ ഭയന്നിട്ടാണോ VD സതീശൻ RSSനെതിരായി സമരം ചെയ്യുന്നവരെ ഗുണ്ടകളെന്ന് വിളിക്കുന്നത്? അങ്ങനെ ഗുണ്ടകളെന്ന് വിളിച്ചാൽ ഈ സമരത്തെ എഴുത്തി കാണിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഈ സമരം